എന്തുകൊണ്ടാണ് CPI-നെതിരെ ഇത്ര UDF-കാർക്കും മാധ്യമങ്ങൾക്ക് ഇത്ര ശത്രുത മനോഭാവം? ഞങ്ങളുടെ AK സെന്റർ ബോംബ് വെച്ച് തകർക്കാൻ നോക്കിയിട്ട് 2 വർഷം 1 ദിവസം കഴിഞ്ഞ് UDF-ന്റെ നേതാക്കന്മാരാ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു. അതെല്ലാം CPM ചെയ്ത് തന്നെ UDF-കാരെ കുറ്റം ചുമത്തുന്ന മാധ്യമങ്ങളാണ്. ഇപ്പോൾ 1-ാം പ്രതി നേരത്തെ പിടിച്ചിരിക്കും. കൂടാതെ ഇന്നലെ ഡൽഹി വിമാനത്തിൽ വെച്ച സുരേഷായി പറഞ്ഞ ആ വ്യക്തി കൂടി പിടിച്ചിരിക്കും. ഇനി ഒരാൾ കൂടി കിട്ടാനെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വാർത്ത നൽകി? ഞങ്ങൾ അന്നും പറഞ്ഞേക്ക് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അപ്പോൾ ഈ മാധ്യമം വളച്ചോടി കിട്ടിയോ, കണ്ടോ, പിടിച്ചോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രൂപത്തിൽ ഇപ്പോൾ കളിയാക്കിയ നാവ് കൊണ്ട് അല്ലെങ്കിൽ ആ തൂലി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ച വിഷയങ്ങൾ പ്രശ്നം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കും. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ അപാകതരാകണം? നോക്കൂ, നിങ്ങൾ ഓരോ വാർത്തകൾ നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ നൽകിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിയേണ്ട രൂപത്തിൽ വരും. കാരണം നിങ്ങളെ അപമാനിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണോ അപമാനം കേട്ട് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ഈ അപമാനങ്ങളും കേൾക്കേണ്ടി വരുന്ന അവസ്ഥ വരും. ഞങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ ആ നഷ്ടങ്ങൾ തീർത്തു തരാൻ പറ്റുമോ? ഈ അപമാനിച്ചത് നിങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുമോ? ഈ മാധ്യമപ്രവർത്തകർ 4-ാം തൂണെ പ്രവർത്തിക്കുന്ന 4 തൂണെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഇനിയെങ്കിലും നിർത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ തന്നെ മാധ്യമങ്ങളുടെ വാർത്തകൾ ജനങ്ങൾക്ക് വെറുപ്പായി മാറിക്കുക. ഇനി കൂടിയും വെറുക്കാതിരിക്കുക. നല്ലതായിരിക്കും സത്യസന്ധ വാർത്തകൾ നൽകുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മ മാത്രം വിചാരിക്കുക. തെറ്റായ വാർത്തകൾ നൽകാതെ നടന്ന കാര്യങ്ങൾ മാത്രം വാർത്തകൾ നൽകിയ നിങ്ങൾക്ക് നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ്, നാട്ടുകാർക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ നിർത്തുന്നു. നമസ്കാരം.